അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അബ്ദുല്ലാ, അങ്ങനെ ഒരു ദിവസം 3 നാണയത്തൊട്ട് കിട്ടിയാൽ 2 നാണയത്തൊട്ട് ഞാൻ കൊണ്ടുവന്ന് ഈ പെട്ടിയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഒന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട ഭാര്യന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ്. പല ദിവസവും ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസയാണ് മക്കത്ത് പോകാനും മദീനത്ത് പോകാനും ഞാൻ മാറ്റിവെച്ചത്. അങ്ങനെ പൈസയല്ല തികഞ്ഞു എന്ന് ബോധ്യമായ ദിവസം ഞാൻ ആ പെട്ടി പൊട്ടിച്ചു അബ്ദുല്ലാ. എന്നിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന നാണയത്തൊട്ടുകൾ ഞാൻ എണ്ണി നോക്കി അബ്ദുല്ലാ. എനിക്ക് സന്തോഷമായി. എന്റെ ഹബീബിനെ കാണാ, എന്റെ മക്കത്ത് പോകാ പണമായല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചു. അപ്പോഴാണ് എന്നോട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞതിക്കാ, എനിക്ക് നിങ്ങളോടൊരു ആവശ്യം പറയാനുണ്ട്. ഞാൻ ഗർഭവതിയാണല്ലോ. ഗർഭവതിയായ ഭാര്യയുടെ ആഗ്രഹം നടത്തി കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണ്. എന്ത് ഭക്ഷണം ചോദിച്ചാലും കൊണ്ടു കൊടുക്കണ്ടേ? തഴവയുടെ പരിസരത്തുള്ള ഭാര്യമാര് ഗർഭവതികളാകുമ്പോ നിങ്ങൾ എന്ത് ചോദിച്ചാലും കൊണ്ടുതരാ. നിന്റെ ഭർത്താക്കന്മാർക്ക് കഴിവുണ്ടെങ്കിൽ മുവഫക്കിന്റെ ഭാര്യക്ക് അത് ചോദിക്കാൻ പറ്റോ? ഭർത്താവിന് കഴിവില്ലല്ലോ, പണമില്ലല്ലോ, സ്വത്തില്ലല്ലോ. മുവഫക്കിനോട് വന്നു പറയാണ് കരഞ്ഞുകൊണ്ട്. മുവഫക്കിന്റെ ഭാര്യ പറയുന്നു, എനിക്കൊരൽപ്പം ഇറച്ചിച്ചാറ് കഴിച്ചാ കൊള്ളാമെന്നുണ്ട്. ആലോചിക്കണേ എന്റെ തഴവ കുറ്റിപ്പുറത്തുള്ള പെങ്ങളെ, 2 മാസം നീ ഗർഭവതിയാണെന്ന് ഭർത്താവ് പറയുമ്പോ ആപ്പിള് വേണോ, ഓറഞ്ച് വേണോ, പേരയ്ക്ക വേണോ, നീ ആവശ്യപ്പെടുന്നതല്ല നിന്റെ മുന്നിലേക്ക് ഈ ഭർത്താക്കന്മാര് കൊണ്ടുതരൂലേ? മുവഫക്കിന്റെ ഭാര്യ പറയുന്നു, ഇറച്ചിയുടെ ഒരൽപ്പം ചാറ് എനിക്ക് കഴിക്കാൻ കൊതി വരുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ, എന്റെ കയ്യില് കാശില്ലല്ലോ, ഇതിൽ നിന്ന് 1 രൂപ പോലും എടുക്കാൻ പറ്റൂല. ഇതെന്റെ റസൂലുള്ളാഹി കാണാനാണ്, ഇതെനിക്ക് മക്കത്ത് പോകാനാണ്, അതുകൊണ്ട് ഇത് ഞാൻ എടുക്കൂലെന്ന് പറഞ്ഞപ്പോ മുവഫക്കിന്റെ ഭാര്യ പറയുന്നു, നിങ്ങൾ ആ കാശെടുക്കണ്ട, അതെടുത്തുകൊണ്ട് വേണമെന്നൊരാഗ്രഹവും ഞാൻ പറയൂല. മറിച്ച് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കൊതി തോന്നിയത് തന്നെ അപ്പുറത്തെ വീടുണ്ടല്ലോ, ആ വീടിന്റെ അകത്ത് ഇറച്ചിക്കറി തയ്യാറാക്കുന്നല്ലോ, അതിന്റെ രുചി ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ എന്റെ മൂക്കിലേക്ക് എത്തിയപ്പോ അറിയാതെ കൊതിച്ചു പോയതാണ്. അതല്ലാതെ ഞാനൊരു ആഗ്രഹം പറഞ്ഞതല്ല. അവിടെ നിന്ന് ഇറച്ചിച്ചാറിന്റെ ഇറച്ചിയുടെ ഗന്ധം ഇങ്ങനെ വന്നപ്പോൾ എന്റെ മനസ്സിലൊരു കൊതി തോന്നിയതാണ്. അതുകൊണ്ട് ഇതാ ഒരു ചെറിയ പാത്രം ഞാൻ തരാ, നിങ്ങൾ പോയിട്ട് അവിടുത്തെ ഇത്തയോട്, എന്റെ ഭാര്യ ഗർഭവതിയാണ്, ആ ഗർഭവതിക്കൊരൽപ്പം ഇറച്ചിച്ചാറ് തരണമെന്ന് പറഞ്ഞാൽ തരുമെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ കണ്ണുനീര് തുടച്ച് മുവഫക്ക് ഇറങ്ങി ഓടുകയാണ്. റസൂലുള്ളാഹിയുടെ പൈസ എടുക്കേണ്ടി വന്നില്ലല്ലോ, മക്കത്ത് പോകാനുള്ള കാശെടുക്കേണ്ടി വന്നില്ലല്ലോ. അങ്ങനെ മുവഫഖ പാത്രവും കൊണ്ട് അയൽ വീട്ടിലേക്ക് ചെല്ലുമ്പോ അയൽ വീട്ടിലെ സഹോദരി പറയുന്നു, മുവഫഖേ, ഈ ഇറച്ചി നിങ്ങൾ കഴിക്കണ്ട, പ്രത്യേകിച്ച് ഗർഭവതിയായ നിങ്ങളുടെ ഭാര്യ ഇത് കഴിക്കാൻ പാടില്ല. മുവഫഖ് ചോദിച്ചു, എന്തേ സഹോദരി നിങ്ങൾ അങ്ങനെ പറയുന്നു? ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോഴല്ലേ സഹായിക്കാനുള്ളത്. ആ സമയത്താണ് മുവഫഖിനോട് ആ പെണ്ണ് പറയുന്നത്, മുവഫഖേ, എന്റെ ഭർത്താവ് മരിച്ചുപോയത് നിങ്ങൾക്കറിയുമല്ലോ. എന്റെ ഭർത്താവ് മരിക്കുമ്പോ 2 മക്കളെ എനിക്ക് തന്നിട്ടാണ് പോയത്. വാപ്പയില്ലാതെ ആ മക്കള് കരയാത്ത ദിവസമില്ല, വാപ്പയില്ലാതെ ആ മക്കള് സങ്കടപ്പെടാത്ത ദിവസമില്ല. വാപ്പയുണ്ടായിരുന്നെങ്കിൽ അവർക്കെല്ലാം കഴിക്കാമായിരുന്നു. വാപ്പ മരിച്ചത് കൊണ്ട് വാപ്പ തന്നിട്ട് പോയ സ്വത്ത് മുഴുവനും തീർന്നു പോയി. ഇന്നവര് പട്ടിണിയാണ്. മുവഫഖേ, ഞാൻ എവിടെ വന്ന് കൈനീട്ടാനാണ്? എന്റെ അടുത്ത് താമസിക്കുന്ന മുവഫഖേ, നിങ്ങൾ എന്നെക്കാളും പാവപ്പെട്ടവനല്ലേ, അതുകൊണ്ട് നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ സമ്പത്ത് ചോദിക്കുന്നത്? അതുകൊണ്ടാണ് മുവഫഖേ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരാത്തത്. പിന്നെ എവിടെ നിന്നാണ് പെങ്ങളെ നിനക്ക് ഇറച്ചി എന്ന് ചോദിച്ചപ്പോ ആ പെങ്ങള് കരഞ്ഞുകൊണ്ട് പറയുന്നു, മുവഫഖേ, എന്റെ മക്കള് ഒന്നും കഴിക്കാതെ കരഞ്ഞ് 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 മരിക്കുമെന്നുറപ്പായപ്പോ അല്ലാഹു
അള്ളാഹുവിനെ സബക്കുലാക്കിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി മുവഫഖേ, എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെങ്കിൽ എന്റെ മക്കൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് കരുതി ഞാൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ കുറെ ദൂരത്ത് പക്ഷികളെന്തോ കൊത്തി വലിക്കുന്നത് കണ്ടു മുവഫഖേ, പക്ഷികളെന്തോ കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു മുവഫഖേ. ഞാൻ അവിടെ ഓടിച്ചെന്ന് മുവഫഖേ ചെന്നു നോക്കുമ്പോ ഒരു ചത്തുപോയ കോവർ കഴുതയുടെ ശവമാണ് മുവഫഖേ. ചത്തുമലന്ന് കിടക്കുന്ന കോവർ കഴുത, ജനങ്ങൾ ഒരുപാട് വെറുക്കുന്ന കോവർ കഴുത, ആ കോവർ കഴുതയുടെ ശരീരമാണ് ആ പക്ഷികൾ കൊത്തി വലിച്ചു കൊണ്ടിരിക്കുന്നത് മുവഫഖേ. അത് കണ്ടപ്പോ ഞാൻ മരുഭൂമിയുടെ മണ്ണുവാരി പക്ഷികളെ എറിഞ്ഞോടിച്ചു മുവഫഖേ. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു, എന്റെ മക്കൾക്ക് വേണ്ടി അള്ളാഹു തന്നതായിരിക്കാ, എന്റെ പിഞ്ചോമന മക്കൾക്ക് കൊടുക്കാൻ എന്റെ കരുണക്കടലാറ പടച്ചതമ്പുരാ തന്നതായിരിക്കാമെന്ന് പറഞ്ഞ് ആ കോവർ കഴുതയെ വലിച്ചെടുത്തു കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി എന്റെ മക്കൾക്ക് കൊടുക്കാൻ ഈ വീട്ടിന്റെ അകത്ത് തയ്യാറാക്കുന്ന പാചകത്തിന്റെ സ്വാദാണ് നിങ്ങളുടെ ഭാര്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഇത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന മാംസമല്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ മുവഫഖ് ഞെട്ടിത്തരിച്ചു പോയി, പൊട്ടിക്കരഞ്ഞു പോയി. മുവഫഖേ, ആ കോവർ കഴുതയുടെ മാംസമാണ് എന്റെ വീട്ടിന്റെ അകത്തുള്ള യതീമക്കൾക്ക് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കയ്യിലിരിക്കുന്ന ഇറച്ചിച്ചാറ് വാങ്ങാൻ കൊണ്ടുവന്ന പാത്രമില്ലേ, മുവഫഖ് ദൂരേക്ക് വലിച്ചെറിഞ്ഞില്ലേ. എന്നിട്ട് തന്റെ ചെറ്റക്കൂരയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഇറച്ചിക്കറി വാങ്ങാൻ കാത്തിരിക്കുന്ന ഭാര്യയോട് പറയുന്നു, മാറി നിൽക്കു പെണ്ണേ. തട്ടിമാറ്റിയിട്ട് അകത്തേക്ക് പോയി റസൂലുള്ളാഹിയുടെ റൗള കാണാൻ ഹജ്ജിന് പോകാൻ വേണ്ടി കൂട്ടിവെച്ചിരിക്കുന്ന നാണയത്തൊട്ടുകൾ ഒന്നുപോലും ബാക്കി വെക്കാതെ മുഴുവനും വാരിയെടുക്കുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് മദീനത്ത് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനെനിക്ക് കഴിയൂല നബിയേ, എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയൂല നബിയേ. എന്റെ വീടിന്റെ അടുത്ത് അനാഥ മക്കൾ ഇത്രത്തോളം പട്ടിണി കിടന്നുകൊണ്ട് ചത്തുപോരെ കോവർ കഴുതയുടെ മാംസം കഴിക്കുമ്പോ എനിക്കെന്തു മദീന, എനിക്കെന്തു മക്ക എന്ന് പറഞ്ഞ പണം മുഴുവനും കൊണ്ടുവന്ന് യതീമക്കളെ വാരി പുണർന്നുകൊണ്ട് ചുംബനം കൊടുത്തിട്ട് പറയുന്ന, മക്കളെ ഇനി മുവഫഖ് നിങ്ങൾക്കുള്ളതാണ് മക്കളെ. അറിഞ്ഞിരുന്നില്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നാണയത്തൊട്ടുകൾ മുഴുവനും അനാഥ മക്കൾക്ക് സ്വതക്ക കൊടുത്തിട്ട് കണ്ണീരോടെ തിരിച്ചിറങ്ങി വന്നു എന്ന് മുവഫഖ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് രണ്ട് കൈയും വിരിച്ച് മുവഫഖിനെ വാരി പുണരുകയാണ്. എന്നിട്ട് പറയുന്നു, മുവഫഖേ നീ ഹജ്ജിന് പോയില്ലെങ്കിൽ എന്താ, അള്ളാഹു നിന്നെ ഹാജിയായി പരിഗണിച്ചിരിക്കുന്നു മുവഫഖേ. സ്വീകരിക്കപ്പെടാത്ത ഹജ്ജുകൾ പോലും അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു മുവഫഖേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങള്, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാര്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അനാഥ മക്കളെ സഹായിക്കുന്നത് സൃഷ്ടാവിന് വലിയ ഇഷ്ടമാണ് എന്നും അതിനാണ് അള്ളാഹു സ്ഥാനം കൊടുത്തിട്ടുള്ളത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ വ്യാജമാക്കിയവർ, ദീനിനെ കളവാക്കിയവർ ആരെന്ന് നിങ്ങൾക്കറിയോ നബിയേ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, അവര് ബാബരി മസ്ജിദ് പൊളിച്ചവരല്ല, അവര് ഖുർആൻ കത്തിച്ചവരല്ല, അവര് ഉസ്താദുമാർക്കെതിരെ പ്രവർത്തിച്ചവരല്ല. ഫദാലികല്ലദീ യദ്ഉൽ യതീം, അവരനാഥ മക്കളെ ആട്ടി ഓടിച്ചവർ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അവർ അനാഥ മക്കളെ ആട്ടി ഓടിച്ചവരാണ്. അനാഥ മക്കളുടെ നിക്കാഹിന്, പാവപ്പെട്ട പെൺകുട്ടികളുടെ നിക്കാഹിനെ സഹായിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എത്രയെന്ന്
എന്റെ പ്രിയമുള്ളവരെ, മനോഹരമായ മറ്റൊരു ചരിത്രമുണ്ട്. അതിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. കടന്നാൽ എന്റെ വിഷയം ഇന്നും തീരുകയില്ല. നരകമെന്ന് പറയുന്ന വിഷയത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സർവസൃഷ്ടാവാര പടച്ചുറപ്പിനോട് കൈ ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേണം ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് പിരിയാൻ. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിന്റെ അഞ്ചാമത്തെ കവാടം, നരകത്തിന്റെ അഞ്ചാമത്തെ കവാടം. അഞ്ചാമത്തെ കവാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ അഞ്ചാമത്തെ കവാടത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ രൂപം ഞാനൊന്ന് പരിചയപ്പെടുത്താം. സൗസിലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലവാഹത്തുൽ ബശർ ലാ തുബ്ഖി വലാ തദർ അലൈഹാ 19. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നരകത്തിന്റെ അഞ്ചാമത്തെ കവാടം അള്ളാഹു ആർക്കാണ് കൊടുക്കുന്നത്? സഖർ എന്നാണ് നരകത്തിന്റെ അഞ്ചാമത്തെ കവാടത്തിന്റെ പേര്. ആ സഖർ എന്ന് പറയുന്ന കവാടത്തിന്റെ രൂപമാണ് അള്ളാഹു പിന്നെ വിശദീകരിക്കുന്നത്. വമാ അദ്റാക മാ സഖർ. നബിയെ, സഖർ എന്ന് പറയുന്ന കവാടം എന്തെന്ന് നബി തങ്ങളെ അവിടത്തേക്ക് അറിയുമോ? ലാ തുബ്ഖി വലാ തദർ. ആ സഖറിലേക്ക് മനുഷ്യരെ കടത്തിയാൽ ശരീരത്തിന്റെ ഒരൽപ്പം പോലും മെച്ചമുണ്ടാകൂല, മുഴുവനും കത്തിക്കരിഞ്ഞു പോകുന്നതാണ്. അലൈഹാ 19 മലക്കുകളെ ആ സഖർ എന്ന് പറയുന്ന കവാടം നോക്കാൻ വേണ്ടി മാത്രം അള്ളാഹു പടച്ചിരിക്കുകയാണ്. 19 മലക്കുകളെ സഖർ എന്ന് പറയുന്ന കവാടത്തിൽ നിന്ന് കടന്നു വരുന്നവരെ നോക്കാൻ വേണ്ടി മാത്രം അല്ലാഹു പടച്ചിരിക്കുകയാണ്. യൗമ യുസ്ഹബൂന അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ. അല്ലാഹു പറയുകയാണ്, ഖുർആനാണ് ഈ ഓതുന്നത്. എങ്ങനെയാണ് അഞ്ചാമത്തെ കവാടത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നതെന്നറിയോ? മൂക്കു കുത്തി വലിച്ചടച്ചു കൊണ്ടുപോകുമെന്നാണ്. യൗമ യുസ്ഹബൂ മൂക്ക് നിലത്ത് തട്ടുന്ന രീതിയിൽ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നവരാണ്. എന്നിട്ട് സഖർ എന്ന് പറയുന്ന നരകത്തിന്റെ കവാടത്തിൽ എറിഞ്ഞിട്ട് മലക്കുകൾ പറയുമത്രേ, നീ അനുഭവിച്ചു കൊള്ളുക, നീ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു കൊടുക്കൂ. ആ സമയത്ത് സ്വർഗത്തിൽ കിടക്കുന്നവർ ചോദിക്കുകയാണ്, മാ സലകക്കും ഫീ സഖർ. അല്ലയോ സഖറിനകത്ത് കടന്നുപോയവരെ, നിങ്ങൾ എന്തേ സഖറിലായി പോയി? ബാക്കിയുള്ള നരകത്തിന്റെ കവാടത്തിലൊന്നും കടക്കാതെ എന്തേ ഈ കവാടത്തിന്റെ അകത്ത് നിങ്ങളായി പോയെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന കാരണങ്ങളാണ് സഖറിലേക്ക് അവരെ കൊണ്ടുപോയത്. ആ കാരണം എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ നമ്മളും സഖറിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ കിടക്കുന്ന നരകാവകാശികള് കാരണങ്ങൾ പറയുകയാണ്. എന്തേ കാരണമെന്നറിയോ? ആ കാരണം ഞാൻ നിങ്ങളോട് പറയുമ്പോ എന്റെ തടവ കുറ്റിപ്പുറത്ത് വാല് കേൾക്കാവുന്ന സഹോദരങ്ങള്, ഈ കാരണങ്ങൾ എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ വന്നു പോയാ നമ്മളും ആ സഖറിലാണേ. അഞ്ചാമത്തെ കവാടമാറ സഖറിലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒന്നാമത്തെ കാരണം അവര് പറയുകയാണ്, കാലൂ, ഇത് ഖുർആനായത്തുകളാണ്. അവരോട് ചോദിക്കുന്നതും അവര് മറുപടി കൊടുക്കുന്നതുമല്ല അല്ലാഹുവിന്റെ ഖുർആനാണ് ഈ പറയുന്നത്. കാലൂ, സഖറിനകത്ത് കിടക്കുന്നവര് പറയുന്നു, ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? ഈ സഖറിന്റെ അകത്ത് ഞങ്ങളായി പോകാനുള്ള ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? ലം നകു മിനൽ മുസല്ലീ, ഞങ്ങൾക്ക് നിസ്കാരമില്ലായിരുന്നു.
ബാക്കവിയുടെ വാദെന്ന് പറയുമ്പോ ബൈക്കിലൂടെ ഒരു ബൈക്കിൽ 4-5 പേര് കയറിയിരുന്നു വാത് കേൾക്കാൻ ഞങ്ങൾ പോകുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നിസ്കാരമില്ല. നബിദിനമെന്ന് പറയുമ്പോ ഞരമ്പിന്റെ ഒരു ഭാഗം പോലും ബാക്കിയില്ലാതെ റിബൺ കെട്ടിയിട്ട് നബിദിനാഘോഷത്തിന് ഞങ്ങൾ ഇറങ്ങും. പക്ഷേ ഞങ്ങൾക്ക് നിസ്കാരമില്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയുടെ പരിപാലനക്കാരാണ്, പള്ളിയിലെ വലിയ നേതൃത്വം വഹിക്കുന്നവരാണ്. വെള്ളിയാഴ്ച വന്ന് ബക്കറ്റ് എണ്ണലല്ലാതെ ലം നകു മിനൽ മുസല്ലി, ഞങ്ങൾക്ക് നിസ്കാരമില്ല. സഹോദരിമാരെ, എന്താ പറയുന്നതെന്നറിയോ? ഞങ്ങൾ വാത് കേൾക്കാൻ പോയിട്ടുണ്ടായിരുന്നു മനുഷ്യരെ. നൗഷാദ് ബാക്കവി മുവഫക്കിന്റെ ചരിത്രം പറഞ്ഞപ്പോ തലയിൽ കിടന്ന ചാളുകൊണ്ട് കണ്ണീര് തുടച്ച പെങ്ങളെ, ഈ കണ്ണീര് കൊണ്ട് അർത്ഥമില്ലാതാകുന്നത് എപ്പോഴെന്നറിയോ? ലം നകു മിനൽ മുസല്ലി, നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിലാണ്. നിസ്കാരമില്ലെങ്കിൽ പിന്നെ ഈ കണ്ണീരിന്റെ പേര് കള്ളക്കണ്ണീരെന്നാണ്. നിസ്കാരമില്ലെങ്കിൽ സകലതും പോയി. ഒന്നാമത്തെ കാര്യം അതല്ലേ. അതുകൊണ്ട് ഈ രാത്രി തന്നെ തീരുമാനിച്ചോ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണം. അതിന് അള്ളാഹു തൗഫീഖ് തരട്ടെ. വെറുതെ നിസ്കരിച്ചാ പോരാ, ഭയത്തോടെ ഈമാനോടെ തഖ്വയോടെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിനൊന്നും അള്ളാന്റെ മുമ്പിൽ കൂലി കിട്ടൂല. വളരെ ഗൗരവത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. ഇന്ന് നിസ്കാരം ഒരു ഫാഷനാണ്. നിസ്കാരം ഒരു ഫാഷൻ. കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കും. പള്ളിയിലെ ജമാഅത്ത് കഴിയുമ്പോഴേ തുടങ്ങുള്ളൂ. പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം കഴിയുമ്പോൾ പുറകിൽ നിസ്കരിക്കൊണ്ടിരിക്കണോ എല്ലാവരും നോക്കും. അല്ലോ ഇതാരാ ജിബ്രീലോ? ഒരു കർച്ചിപ്പ് കിടന്നു അല്ലാഹു അക്ബർ. കാരണം മനഃപൂർവ്വം താമസിച്ചു വന്നതാ. നേരത്തെ വുളു കൊടുത്ത് കയറാമായിരുന്നു. പൈപ്പിന്റെ മുട്ടിയിരുന്ന് പല്ലും കുത്തി കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. മനഃപൂർവ്വം താമസിച്ചു വന്നതാ. എന്നിട്ട് ചില സഹോദരങ്ങളുണ്ട്, അവർക്ക് ഇമാമത്ത് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എത്ര പേരുണ്ടെങ്കിലും തള്ളി മാറ്റിയിട്ട് കയറി കർച്ചിപ്പൊക്കെ തലവെച്ച് ഭയങ്കര ഇമാമത്ത്. ഒരിക്കൽ ഇതുപോലെ മാരിബ് നിസ്കാരത്തിന്റെ സമയത്ത് ഒരാൾക്ക് 6:30 ബസ്സാണ്. പെട്ടെന്ന് തന്നെ വന്ന് വുളു കൊടുത്ത് വള്ളിക്കകത്ത് കയറിയപ്പോൾ ഒരാൾ ഇമാമത്തിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ. ഭയങ്കര നിസ്കാരോ, കാല് ഒരു കാലം അവിടെ ഒരു കാലം ഇവിടെ, ഇടയിൽ 4 പേർക്ക് വേറെ സഫ് വയ്ക്കാം. അങ്ങനെ നിസ്കരിക്കാം. ഫാത്തിഹ ഓതി തീർന്നു തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ അൻതും അഅ്ബുദു ലാ അഅ്ബുദു മാ തീരണില്ല. കുലിയായൂർ കാഫറും തീരണില്ല. ഇതിങ്ങനെ ഓതിക്കൊണ്ട് വന്നപ്പോ പുറകിലിരിക്കുന്ന ആളിങ്ങനെ കൈയടിച്ചിട്ട് വാച്ച് നോക്കി, ഇത് എന്തോടെ ഇത് അത് സൂറത്ത് ബക്കറക്കാരും വരുന്നത് തീരണ്ടല്ലോ, കുറെ കാലമല്ല. ഉടനെ ഇയാള് ഫ്രണ്ടിൽ വന്നിട്ട് പറഞ്ഞു, അളയാ പെട്ടെന്ന് തീർക്കൂടെ 2 മിനിറ്റ്, എനിക്കാണെങ്കിൽ ബസ് ഇപ്പൊ വരും, അതുകൊണ്ടാണ്. ഉടനെ ഏതെങ്കിലും ഒരു സൂറത്ത് കാഫിരീൻ തീർക്കാൻ പറഞ്ഞപ്പോ മഹിലിൽ കാഫിരി എന്ന് പറഞ്ഞാൽ അങ്ങ് നിർത്തി. പിന്നെ ചില ആൾക്കാർക്ക് വലിയ മഹ്റജ് വിടലാണ് അല്ലേ? ഇപ്പൊ റമദാനൊക്കെ വരുമ്പോ നമുക്ക് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ യാ കരീം യാ റഹീം യാ അല്ലാഹ്. ഇത് ചില ആൾക്കാർ പറഞ്ഞു തരുമ്പോ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് മോദി മാമ ഷാളും കൊണ്ട് വേണം തുപ്പൽ ഉടച്ചോളാം. എല്ലാ പള്ളിയിലുള്ളവർ അറിഞ്ഞുടങ്ങി ഉണ്ടായിരുന്നാലും മതി, അല്ലെങ്കിൽ അള്ളാഹു പുറത്തു വരണമെന്ന് മലയാളത്തിൽ പറഞ്ഞാലും മതി. ഇത് അറിഞ്ഞില്ലെങ്കിൽ പഠിച്ചു പറയണം. ഇല്ലെങ്കിൽ ഇത് ആവശ്യമില്ലാത്ത രീതിയിൽ പറഞ്ഞ് നമ്മൾ കുളമാക്കരുത്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ ഭയങ്കര വസ്വാസി, എത്ര ഓതിയാലും ശരിയാവൂല. കൈ കെട്ടിയിട്ട് എന്ന് പറയുമ്പോൾ അടുത്തേക്കുന്ന ആള് പെറിച്ച് അവധി ചെന്ന് വീഴും. അവിടെ ഒരു മയത്തില് ഫാത്തിഹയൊക്കെ നമ്മൾ മയത്തിൽ മര്യാദയ്ക്ക് ഓതിയാൽ പെട്ടെന്ന് ക്ലിയർ ആവും. ഒരുപാട് നമ്മൾ അങ്ങോട്ട് നോക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഒന്നും ശരിയാവൂല. ഒരാൾ പുറകിക്കുന്ന ഒരാൾ നീ ആക്കട്ടെ ഞാൻ ആക്കാം, കുറെ നേരം കൊണ്ട് നീ ഒറ്റയ്ക്ക് ആക്കല്ലേ, ഇനി ഞാൻ ആക്കാന്ന് പറഞ്ഞാൽ മാറി പോകാൻ പറഞ്ഞു. കാരണം ഇമാമത്ത് നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ ഒരുപാട് ശ്രദ്ധിക്കണം. സഹോദരങ്ങൾ ഇമാമത്ത് നിൽക്കണ്ടെന്നല്ല, ഇമാമത്ത് നിൽക്കണം, നമ്മൾ അങ്ങനെ ശീലിക്കണം. പക്ഷെ അതിനൊരു മര്യാദ വേണം. നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്ന രീതിയിൽ ചെയ്യണം. ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇന്ന് തഴവ കുറ്റിപ്പുറത്ത് വന്ന സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഈ പറയുന്ന പോലെ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ടൊന്ന് കിടന്നാൽ ആ നിസ്കാരത്തിന് വല്ലാത്ത സുഖമാണ്. ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നു, നിസ്കാരത്തിന് സമയമായ എന്റെ ശരീരത്തെ ഞാൻ ശാന്തമാക്കി നിർത്തുകയാണ്.
ഞാൻ പൂർണ്ണമായി എടുക്കുകയാണ്, എന്റെ ശരീരത്തെ ഞാൻ ശാന്തമാക്കി വെക്കുകയാണ്. എന്നിട്ട് നിസ്കാരത്തിന്റെ സ്ഥലത്തേക്ക് ഞാൻ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ടോ വജഅലൽ കഅബത, കഅബാലയത്തിനെ എന്റെ മുമ്പിലാണെന്ന് ഞാൻ സങ്കല്പിക്കുമത്രേ. ഇന്നിവിടുന്ന് പോകുന്നവർ നിസ്കരിക്കുമ്പോൾ കഅബാലയം എന്റെ മുമ്പിലാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു 2 റക്അത്ത് നിങ്ങളൊന്ന് നിസ്കരിക്കുമോ? അല്ലാഹുവിന്റെ കഅബ എന്റെ മുമ്പിലാണെന്നൊന്ന് സങ്കല്പിക്കുമോ? എന്നിട്ടോ വജഅല സിറാത തഹത ഖദമി, എന്റെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് സിറാത്ത് പാലം എന്ന് ഞാൻ സങ്കല്പിക്കുമത്രേ. എന്റെ 2 കാലിന്റെ ചോട്ടിലാണ് സിറാത്ത് പാലം. എത്ര പേടിയായിരിക്കും ചിന്തിക്കണേ, എത്ര ഭയമായിരിക്കും ചിന്തിക്കണേ. വജഅലൽ ജന്ന, സ്വർഗത്തെ എന്റെ വലതുഭാഗത്താക്കും. മനോഹരമായ അരുവികളുള്ള, പറവകളുള്ള, പുഷ്പങ്ങളുള്ള, തോട്ടങ്ങളുള്ള, സൗന്ദര്യമുള്ള സ്വർഗം. ആ സ്വർഗം എന്റെ വലതുഭാഗത്താണെന്ന് ഞാൻ സങ്കല്പിക്കുമത്രേ. വജഅലന്നാർ, നരകമില്ലേ, ഇന്നലെയും ഇന്നുമായി വേദനയോടെ നാം പറന്നുകൊണ്ടിരിക്കുന്ന, ആളി പടർന്നുകൊണ്ടിരിക്കുന്ന നരകമില്ലേ, ആ നരകം എന്റെ ഇടതുഭാഗത്താണെന്ന് മനസ്സുകൊണ്ട് ഞാൻ സങ്കല്പിക്കും. വജഅല മലക്കുൽ മൗത്ത് അസ്റായീൽ, ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം എന്റെ പുറകിലാണ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കും. സലാം വീട്ടിയിട്ട് എന്റെ റൂഹ് പിടിക്കാൻ അസ്റായീലിന്റെ പുറകിൽ വന്ന് നിൽക്കാണെന്ന് ഞാൻ ചിന്തിക്കും. എന്നിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിച്ച് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? വാച്ച് നോക്കി, ക്ലോക്ക് നോക്കിയല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്? തലചൊറിഞ്ഞല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്? അസ്റായീൽ പുറകിലുണ്ടെന്ന് ചിന്തിച്ച്, സിറാത്ത് പാലത്തിന്റെ മുകളിലാണ് നീയെന്ന് ചിന്തിച്ച്, നരകമാണ് ഇടതുഭാഗത്തെന്ന് ചിന്തിച്ച് നിസ്കരിക്കാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നമുക്ക് കഴിയണേ. ഒന്നാമത് പറഞ്ഞ വുളു പൂർണ്ണമായിട്ട് എടുക്കും. അങ്ങനെ തന്നെ എടുക്കണം. വുളു പൂർണ്ണമായിട്ട് തന്നെ എടുക്കണം. സഹോദരങ്ങളൊക്കെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, പള്ളിയിൽ ബാത്റൂമിലേക്ക് നമ്മൾ മലമൂത്ര വിസർജനത്തിന് പോയാൽ നമുക്ക് നേരമില്ല. മൊബൈൽ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ വെച്ചതാ, ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ചെവിയിലും ഒരു കൈ ഇങ്ങനെ സിബിലുമാണ്. അല്ലെ ഞാൻ ബാത്റൂമിലാടാ, ഓക്കട പിന്നോട് ഓക്കട. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോഴും അങ്ങനെ തന്നെ. നല്ലതുപോലെ മൂത്രം പോയി തീരുന്നതിന് മുമ്പ് നാം എല്ലാം ക്ലിയർ ആക്കി കഴുകി ശുചിയാക്കി ഉളു എടുക്കാൻ വേണ്ടി വന്ന് ഈ പൈപ്പിന്റെ ചോട്ടിലുള്ള കല്ലിലേക്ക് ഇരിക്കുമ്പോൾ 2 തുള്ളി അങ്ങ് വീഴും. അപ്പൊ ഇവൻ പറയും, അൽഹംദുലില്ലാ, ഒരു ചെറിയ റാഹത്ത് കിട്ടി. റാഹത്തല്ല മോനെ, കറാഹത്ത കിട്ടാൻ പോട്ടെ. ഇത് 2 തുള്ളി വീണത് നജസല്ലേ? നിന്റെ വസ്ത്രത്തിലേക്കാണ് ഇത് വീണത്. സുജൂദിൽ പോകുമ്പോ ബാക്കിയുള്ള എല്ലാ തുള്ളിയും പോകുമ്പോ സുബ്ഹാന റബ്ബിൽ അഅ്ലാ, എന്ത് രസമാണ്, വലിയ ആശ്വാസമായി. ആലോചിച്ചേ, ഇത് ആർക്ക് വേണ്ടിയുള്ള നിസ്കാരമാണ്? ഇന്ന് ആർക്ക് നേരമില്ല. ബൈക്കിൽ പോണ കണ്ടിട്ടില്ലേ, ചെവിതാ ഇങ്ങനെ, ഞാൻ തടവ തിരിഞ്ഞിട്ട് അങ്ങനെ തിരിയാ, ബൈക്കിൽ തല ഇങ്ങനെ. ഇതിനാണ് യഥാർത്ഥത്തിൽ തല തിരിഞ്ഞു എന്ന് പറയാം. ഇതാണ് തല തിരിഞ്ഞത്. സഹോദരിമാർക്ക് വരെ അങ്ങനല്ലേ, വീട്ടിൽ മലക്കറി എരിയുമ്പോഴും മീൻ കണ്ടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മത്സ്യം ഇങ്ങനെ എടുത്ത്, ഇന്ന് അയലയാടി കിട്ടിയ തല ഇങ്ങനെ വെച്ചിരിക്കും. മൊബൈൽ ഇവിടെ ഇങ്ങനെ ഫെവിക്കോൾ വാങ്ങിച്ച് തേച്ചങ്ങ് വെച്ചാൽ മതി. മൊബൈൽ എപ്പോഴും ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ. നമുക്ക് ആവശ്യത്തിന് വേണം, അത്യാവശ്യത്തിന് വേണം, അതൊക്കെ ശരിയാണ്. പക്ഷേ പള്ളിക്കകം പോലും സുജൂദിലേക്ക് പോകുമ്പോ സൈലന്റ് ആക്കിയ മൊബൈൽ ഇങ്ങനെ ബെല്ല് കത്തും. ഉടനെ പറയാം, അളിയാ നിസ്കാരത്തിലാണ്, സലാം വീട്ടിട്ട് വിളി, അസ്സലാമു അലൈക്കും, അല്ലാഹു അക്ബർ. ഇതാരും നമ്മൾ നിസ്കാരത്തിനോട് കാണിക്കുന്ന ഗൗരവക്കുറവാണ്, ഖൗഫില്ലായ്മയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ അതാണ്. എല്ലാം ഉണ്ട്, പക്ഷേ നിസ്കാരമില്ല. എല്ലാ കാര്യത്തിലും മിടുക്കനാണ്, പക്ഷെ നിസ്കാരം എന്ന് പറയുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പെട്ടുപോയത് എന്ന് നരകത്തിന്റെ 5ാമത്തെ കവാടത്തിൽ കിടക്കുന്ന മനുഷ്യർ പറയുന്നു. എന്നാൽ നരകത്തിൽ കടന്നുപോയ, സഖറിൽ കടന്നുപോയവര് 2ാമത് പറയുന്നവരെന്തെന്നറിയോ? ലം നകുനു തീമുൽ മിസ്കീൻ. ഞങ്ങളുടെ 2ാമത്തെ കാരണം എന്തെന്നറിയോ? സഖർ
എന്ന് പറയുന്ന ഏറ്റവും ഭയാനകരമായ നരകത്തിന്റെ അഞ്ചാമത്തെ കവാടത്തിൽ കടന്ന ഒന്നാമത്തെ കാരണം നിസ്കാരമില്ലാത്തതാണെങ്കിൽ രണ്ടാമത്തെ കാരണം എന്തേ? ലം നകുനു തീമുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഞങ്ങളാരും ഭക്ഷണം കൊടുക്കൂല, പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കൂല, ആ പരിപാടി ഞങ്ങൾക്കില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നുസ്റത്തുൽ അനാമിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ പരിപാടി നടത്തുമ്പോ പലരും പറഞ്ഞില്ലേ, ഇവിടെ തഴവേല് പാവപ്പെട്ടവരില്ല, തഴവേല് പാവപ്പെട്ടവരില്ല, നിങ്ങൾ ആർക്കാണ് പണപ്പിരിവ് നടത്തുന്നത്? നിങ്ങൾക്ക് പുട്ടടിക്കാനല്ലേ? പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ രാത്രി കൊണ്ട് നിന്നെ പാവപ്പെട്ടവരിൽ ഏറ്റവും ചെറിയ പാവപ്പെട്ടവനാക്കാൻ അള്ളാന് കഴിവുണ്ട് കേട്ടോ. അത് നമ്മൾ ആരും മറക്കല്ലേ. പ്രിയപ്പെട്ടവരെ, കിളിമാനൂർ പാപ്പാലയം എന്ന് പറയുന്ന സ്ഥലത്ത് മരണപ്പെട്ടു പോയ ഒരു സഹോദരൻ, കല്യാണത്തിന്റെ മണവറയ്ക്കകത്താണ് ആ സഹോദരന്റെ കഫം പൊതിഞ്ഞത്. മണവറയുടെ അകത്ത് വെച്ചാണ് ആ സഹോദരന്റെ കഫം പുടവ പൊതിഞ്ഞത്. ഞാനാണ് ആ വീട്ടിലേക്ക് മയ്യത്ത് പൊതിയാൻ വേണ്ടി ചെന്നത്. വളരെ സങ്കടം തോന്നി. 30 വയസ്സിനകത്ത് പ്രായമുള്ള സഹോദരനാണ്. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ആയുള്ളൂ. എന്തേ? വരുന്നവരൊക്കെ പറയുകയാണ്, യവനിതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചു, ഉപ്പാ, ഈ സഹോദരൻ മനഃപൂർവ്വം മരിച്ചതല്ലല്ലോ, അള്ളാന്റെ തീരുമാനമായപ്പം മരണപ്പെട്ടു പോയതല്ലേ. ആ സമയത്താണ് അവര് പറയുന്നത്, ഉസ്താദേ, ഇവന് മാരകമായ രോഗമായിരുന്നു, 3 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കൂലാന്ന് 2 വർഷത്തിന് മുമ്പ് RCCയിലെ തിരുവനന്തപുരം RCCയില് വിദഗ്ധനായ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്ത രോഗത്തിനുടമയായിരുന്നു യവൻ. പിന്നെന്തിനാണ് പെണ്ണ് കെട്ടാൻ പോയത്? പിന്നെന്തിനാണ് നിക്കാഹിന് പോയത്? ആ പെണ്ണിന്റെ ജീവിതവും നശിച്ചു പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് കരയുമ്പോൾ, ആ അടക്കമെല്ലാം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വന്നു. പ്രിയപ്പെട്ട സഹോദരന്റെ മരണപ്പെട്ടു പോയ സഹോദരന്റെ ഭാര്യയെ വിളിച്ച് കാര്യം തിരക്കിയപ്പോ, ഇയാൾക്ക് രോഗമായിരുന്നോ എന്ന് നീ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ, എന്റെ വീട്ടില് ഞങ്ങള് 4 പെമ്മക്കളാ, ഞങ്ങള് 4 പെമ്മക്കളായിരുന്നു ഉസ്താദേ. എനിക്ക് വാപ്പച്ചിയില്ല. എന്റെ ഉമ്മ പ്രസവിച്ചതോടെ വാപ്പച്ചി മരിച്ചുപോയി. എന്റെ ഉമ്മയാണ് എന്റെ 3 യുക്തമാരെയും നിക്കാഹ് ചെയ്യിപ്പിച്ചേക്കാൻ ഓടി നടന്നത്. എല്ലാ പള്ളികളിലും പോകുമായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ ജുമഅത്ത് പള്ളിയുടെ മുമ്പിൽ വരെയും വന്നിട്ടുണ്ടാവും. നമ്മൾ അറിയില്ലല്ലോ, നമുക്ക് നേരമില്ലല്ലോ. ജുമാ നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടിയിട്ട് ദുനിയാവിന്റെ കാര്യത്തിനിറങ്ങി ഓടുമ്പോ കർച്ചീപ്പും പിരിച്ച് മുമ്പിലിരിക്കുന്നവരെ ശ്രദ്ധിക്കാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ലല്ലോ. അങ്ങനെ ആ പെങ്ങള് പറയുന്നു, എന്റെ 3 ഇത്തച്ചിമാരെയും എന്റെ ഉമ്മയാണ് കഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ പള്ളികളിൽ പോയി ഓരോരുത്തരെയും കണ്ടു പണപ്പിരിവ് നടത്തിയിട്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചത്. അങ്ങനെ എന്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്. നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോ ഉമ്മ അടുത്തു വന്നിരുന്നു പലപ്പോഴും കരയാറുണ്ട്. അവസാനം എന്റെ നിക്കാഹിന്റെ സമയമായപ്പോ, ഉസ്താദേ, എന്റെ ഉമ്മിച്ചാന്റെ കാല് മുറിച്ചു. ഷുഗർ ബാധിച്ചുകൊണ്ട് എന്റെ ഉമ്മാന്റെ കാല് മുറിച്ചു. മറ്റേ കാലും സുഖമില്ലാത്തത് കൊണ്ട് ഇനി വടിവിണ്ട് പോലും നടക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എന്റെ ഉമ്മ ഒറ്റപ്പെട്ടുകൊണ്ട് വീടിനകത്ത് കഴിഞ്ഞു. ഉസ്താദേ, എന്നും എന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ പറയും, നീ ഭാഗ്യം കെട്ടവളാണ് പെണ്ണേ, നിന്നെ പ്രസവിച്ചതിന്റെ അന്ന് വാപ്പ മരിച്ചില്ലേ, നിന്റെ നിക്കാഹിന് സമയമായപ്പോ എന്റെ കാല് പോയില്ലേ, ഇനി എങ്ങനെയാണ് മോളെ പുര നിറഞ്ഞു നിൽക്കുന്ന നിന്നെ പറഞ്ഞു വിടുക എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ, ഉസ്താദേ, ഒരുപാട് ദിവസം ഞാൻ മനസ്സുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു പോയതാണ്. പക്ഷേ ഈമാനില്ലാതെ മരിച്ചുപോയി നരകം കിട്ടുമെന്ന് പേടിച്ചുകൊണ്ടാണ് അത് ചെയ്യാത്തത്.
അവസാനം എന്നോടൊരു സുഹൃത്ത് വന്നു പറഞ്ഞു, പെണ്ണേ, സ്ത്രീധനം വേണ്ട, കൈമണി വേണ്ട, അച്ചാരം വേണ്ട, ഒരു നിക്കാഹിന് ഒരുങ്ങിക്കോ. ചെറുക്കനെ കണ്ടിഷ്ടപ്പെട്ടാൽ 1 രൂപ പോലും വാങ്ങാതെ നിന്നെ കെട്ടാനൊരുക്കമാണെന്ന് പറഞ്ഞപ്പോ ഞാനത് സമ്മതിച്ചു. അന്ന് എന്നെ കാണാൻ ഈ രോഗം പിടിച്ച സഹോദരനാണ് വന്നത്. കണ്ടിഷ്ടപ്പെട്ടിട്ട് അവസാനം എന്നോട് അയാൾ പറഞ്ഞു, പെണ്ണേ, ഏത് സമയത്തും മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ് ചികിത്സ നിർത്തിയ ശരീരമാണ് എന്റേത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ മരിച്ചു പോകാ. 3 വർഷം വരെ ഡോക്ടർ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് കുറഞ്ഞ കാലത്തിനിടയ്ക്ക് എനിക്കും നിനക്കുമാരി വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാ. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു ഭാര്യ, അള്ളാന്റെ അനുഗ്രഹം കൊണ്ടൊരു കുഞ്ഞിനെ തന്നാ, എനിക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു കുഞ്ഞ്, ഇതാണ് എന്റെ ആഗ്രഹം. നിനക്ക് നിക്കാഹിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണു പറയും, ഉസ്താദേ, എന്റെ ഉമ്മയോട് പറയാറ്, എന്റെ ഇത്തമാരോട് രോഗത്തിന്റെ കാര്യം പറയാറ്, ആരോടും പറയാറ്, അള്ളാഹു ചിലപ്പോ രോഗം മാറ്റിക്കൊടുത്തെങ്കിലോ എന്ന് പറഞ്ഞ് കണ്ണീരോടെ ദുആ ചെയ്ത് ഞാൻ ആ നിക്കാഹിന് സമ്മതം മൂളി ഉസ്താദേ. അവിടെയും അള്ളാഹു എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. 3 വർഷം പോയിട്ട് 3 മാസം പോലും എനിക്ക് ആ പ്രിയപ്പെട്ടവന്റെ കൂടെ ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. 3 കോടി രൂപയ്ക്ക് മക്കളുടെ കല്യാണത്തിന് ഭക്ഷണം വെച്ച് വിളമ്പുന്ന പണക്കൊതിയന്മാര് പഠിച്ചോ. ആ പാവപ്പെട്ട പൊന്നുപോള കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരിന്റെ ശാപം നമ്മുടെ തലയെന്ന് പോകൂല പണക്കൊതിയന്മാരെ. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ഇതിന് ഔസാദ് ബാക്കവി പറയുമ്പോ ഈ സംഘടന എതിർക്കുന്ന ചില ആൾക്കാർ പറയും, ബാക്കവിക്കത് പറയാ, ഉസ്താദുമാരാണ് പണം കൊണ്ട് കല്യാണം നടത്തുന്നത്. എന്റെ പ്രിയപ്പെട്ടവരാണ്, എന്റെ മുമ്പിൽ ഇന്നലെയും ഇന്നുമായി നിറഞ്ഞിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, എന്റെ കുടുംബ ജീവിതം നിങ്ങൾക്ക് പരിശോധിക്കാ. വാപ്പ മരിച്ചുപോര പാവപ്പെട്ട സൗന്ദര്യമില്ലാത്ത 4-5 പെൺമക്കളെ കൊണ്ട് പൊറുതിമുട്ടിപ്പോര കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് നൗസാദ് ബാക്ക വിവാഹം കഴിച്ചത്. ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നറിയോ? ഇതെന്തിനാണ് പറയുന്നതെന്നറിയോ? എന്റെ ശബ്ദം കേൾക്കാൻ ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാരുടെ മനസ്സിന്റെ കത്ത് പാവപ്പെട്ടവരോടൊരു കനിവ് തോന്നാ, സാധുക്കളോടൊരു കനിവ് തോന്നാൻ വേണ്ടിയാ പറയുന്നത്. ബാക്കിയുള്ള 2 കാര്യങ്ങൾ കൂടി പെട്ടെന്നൊന്ന് പറയാനുണ്ട്. 6ാമത്തെ കവാടം, നരകത്തിന്റെ 6ാമത്തെ കവാടത്തിന്റെ പേര് ഹാവിയ എന്നാണ്. അമ്മാമൻ ഖഫ്ഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ഹാവിയ എന്ന നരകമാണ്. നന്മയും തിന്മയും അല്ലാഹു തൂക്കി നോക്കുമ്പോൾ തിന്മയുടെ ഭാരം കൂടുതലും നന്മയുടെ ഭാരം കുറവും ആർക്കാണോ അവർക്കാണ് ഹാവിയ എന്ന നരകം അല്ലാഹു കൊടുക്കുന്നത്. 7ാമത്തെ നരകത്തിന്റെ കവാടത്തിന്റെ പേര്. അപ്പൊ ഈ നന്മയുടെ ഭാരം കൂടാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെയും ചെയ്യണം. തിന്മയുടെ ഭാരം കൂടാൻ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് തിന്മയുടെ ഭാരം കുറയ്ക്കാനുള്ള ശ്രമം നടത്തണം. അള്ളാഹുവിന്റെ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കുന്നത് തിന്മയുടെ ഭാരം കൂട്ടും. ഇന്ന് പള്ളിക്കകത്ത് വളഞ്ഞിരുന്നാണ് രാഷ്ട്രീയ ചർച്ച, പള്ളിക്കകത്ത് വളഞ്ഞിരുന്നാണ് വസ്തു കച്ചവടം. ഇനി മറ്റേ വസ്തു എന്തരാടെ, ഇതിന്റെ എന്തരാടെ, 50,000 ഇങ്ങോട്ട് താടെ, 25,000 അങ്ങോട്ട് താടെ, ഇതൊക്കെ പള്ളിക്കകത്തിരുന്ന ഇത് നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് നന്മ തിന്മ തൂക്കുമ്പോൾ തിന്മയുടെ ഭാരം ഒരുപാട് കൂടുന്നതിന് കാരണമാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട സ്വത്ത്, അനാഥ മക്കളുടേത്, മുത്തഅല്ലിമീങ്ങളുടെ പൈസ, ഉസ്താദുമാരുടെ പൈസ, ഇതൊക്കെ വെട്ടി വിലുങ്ങി വയറ് വലുതാക്കി നടക്കുമ്പോൾ വയറ് വളരുന്നതിനേക്കാൾ ഡബിൾ സ്പീഡിൽ വളരുന്നത് നമ്മുടെ തിന്മയുടെ ത്രാസായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. 7ാമത്തെ കവാടം ജഹീം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് പൊട്ടിക്കരഞ്ഞു പോയത് ജഹീം എന്ന നരകത്തെ ഭയന്നുകൊണ്ടാണ്. ആരാണതിൽ കടന്നു പോകുന്നത്? വല്ലദീന കഫറൂ വകദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം.
അവിശ്വസിക്കുന്നവരും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുന്നവരും ജഹീം എന്ന നരകത്തിന്റെ ഉടമകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് മനുഷ്യർ. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ശരീരവും ഒക്കെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അൽ ഹിക്മത്തു ഫീ മഖ്ലൂഖാത്തില്ല എന്ന് പറയുന്ന ഗസാലി ഇമാമിന്റെ ഒരു മഹത്താര ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം പഠിച്ചാൽ അതിനകത്ത് കണ്ണിനെ കുറിച്ച്, കാതിനെ കുറിച്ച്, ഇമയെ കുറിച്ച്, കണ്ണുനീരിനെ കുറിച്ച്, ആകാശത്തെ കുറിച്ച്, ഭൂമിയെ കുറിച്ച് ഒരുപാട് ദൃഷ്ടാന്തങ്ങള്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. നാഥൻ നമ്മെ മനസ്സിലാക്കി നമുക്ക് ജീവിച്ച് അള്ളാഹിന്റെ പൊരുത്തം വാങ്ങാൻ തൗഫീക്ക് തരുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളും ഇരുന്നു കൊണ്ട് തന്നെ 33 സലാത്ത് ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. നാഥൻ സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ആരും ഒഴിവാക്കരുത്. ഇത്രയും പേര് ചൊല്ലുമ്പോൾ ഇതൊരു വലിയ സമ്മാനമാണ് നബിതങ്ങൾക്ക്. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിക്കണം. അതിനെല്ലാവരും ചൊല്ലും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ ഭാഗത്ത് 1-2 പേര് ചെല്ലണം. നിർബന്ധമൊന്നുമില്ല. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നബിതങ്ങളുടെ ഈ സലാത്തിനെ സാക്ഷി നിർത്തിയിട്ട് ഉസ്താദേ ഇത് ആ വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിക്കുള്ളതാന്ന് പറഞ്ഞ് മാറ്റിവെക്കാനുണ്ടെങ്കിൽ കൊടുത്തേക്ക്. നിർബന്ധമില്ല. സന്മനസ്സോടുകൂടി താല്പര്യത്തോടുണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ വിഷമമൊന്നുമില്ല. അവസാനം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക സഹോദരങ്ങളൊക്കെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ് ബിദില്ലി ബിഇഫ്ലാസി بفقري بفاقتي إليك رسول الله أمسيت أهرب. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, 1 കോടി പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവുകയില്ല. അത്രത്തോളം സന്തോഷമുണ്ട് ഈ വേദി എത്രത്തോളം വിജയിപ്പിച്ചതിന് വേണ്ടി അൽഹംദുലില്ലാ. എത്ര പേരാണ് പടച്ചവനെ എതിർത്തത്, എത്ര പേരാണ് കുറ്റപ്പെടുത്തിയത്, എത്ര പേരാണ് കുറ്റം പറഞ്ഞത്, എത്ര പേരാണ് പരിഹസിച്ചത്. രാജസയ്യിദാര അല്ലാഹ്, ഈ പരിപാടിയിൽ സംഗമിച്ച മുഴുവൻ പേർക്കും നിന്റെ മഗ്ഫിറത്ത് നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരാളുടെയെങ്കിലും ആമീൻ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഒന്നിനും കഴിവില്ല പടച്ചവനെ, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല റഹ്മാനെ.
രാജാതിരാജനായ കഹാറായ വഹാബാര ജബ്ബാറായ സത്താറായ ഗഫാറായ റഹീമായ റഹ്മാനായ പടച്ചവനെ, ഷാഫിയാര കാഫിയാര അല്ലാ, നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് കൈ നീട്ടാൻ ആരുമില്ല പടച്ചോനെ. ഒരു തുള്ളി ബീജത്തിൽ നിന്നും മാട ഉദരത്തിനകത്ത് ഞങ്ങൾക്ക് രക്തക്കട്ടയാക്കി മാംസക്കട്ടയാക്കി ജീവൻ തന്നുകൊണ്ട് ഞങ്ങൾ പ്രസവിപ്പിച്ച അല്ലാ, ഞങ്ങൾക്ക് ഇടഞ്ഞു നടത്താനുള്ള തൗഫീക്ക് തന്ന അല്ലാ, ഞങ്ങൾക്ക് പിച്ച വച്ച് നടക്കാനുള്ള കഴിവ് തന്ന അല്ലാ, ഞങ്ങൾക്ക് സംസാര ശേഷി തന്ന അല്ലാ, ഞങ്ങൾക്ക് ആരോഗ്യം തന്ന അല്ലാ, ഞങ്ങൾക്ക് സമ്പത്ത് തന്ന അല്ലാ. അത് തന്നതെല്ലാം അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചെടുക്കാൻ കഴിവുള്ള പടച്ചവനെ, ഞങ്ങളെ നീ നന്ദി കെട്ടവരാക്കല്ല തമ്പുരാനെ, നീ കോപിക്കുന്നവരാക്കല്ല റഹ്മാനെ. അല്ലാഹു, എത്രയോ പേര് കൈയില്ലാത്തവര് കാലില്ലാത്തവരുണ്ട്. നിന്റെ മജ്‌ലിസിൽ മണിക്കൂറുകളോളം നിന്ന് പ്രസംഗിക്കാൻ സഹായിച്ച, നിന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ സഹായിച്ച, വാത് കേൾക്കാൻ വരാൻ സഹായിച്ച, വാഹനം ഓടിക്കാൻ സഹായിച്ച ഞങ്ങളുടെ കാലുകളെ ഷുഗർ ബാധിച്ചുകൊണ്ട് നീ മുറിച്ചു കളയല്ലേ തമ്പുരാനെ. 1.5 കാല് വെച്ച് നിസ്കരിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നത് വരെ നിന്റെ ഖുർആനോദാ ഞങ്ങളുടെ കണ്ണിന് കാഴ്ച ശക്തി തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് അന്ധത തരല്ല റഹ്മാനെ, അന്ധത തരല്ല തമ്പുരാനെ. അല്ലാഹുവേ, 4444 രൂപ പറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അത് നിനക്കവര് മാറ്റിവെച്ച പൈസയാക്കണേ അല്ലാ. അതിന്റെ ഓരോ കാശിനും അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. ഈമാനില്ലാതെ അവരാരെയും മരിപ്പിക്കല്ല അല്ലാ. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഒരുപാട് ദൂര സ്ഥലത്ത് നിന്ന് വാള് കേൾക്കാൻ വന്നവരുണ്ട് റബ്ബേ. കരുനാഗപ്പള്ളി, കൊച്ചാലമ്മൂട്, കോഴിക്കോട്, അതുപോലെ അല്ലാഹുവേ കാരംകുളത്ത് നിന്നല്ല. എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും അറിയില്ല തമ്പുരാനെ. എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ഉസ്താദുമാര്, സഹോദരങ്ങള്, സഹോദരിമാര്, യുവ സുഹൃത്തുക്കൾ എത്ര പേരാണ് വാഹനങ്ങളിലായി എത്തിയതല്ലാ.